14-ാമത്തെ ദിവസത്തിൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരുവാനാണ്. അതുപോലെ തന്നെ ദൈവമക്കൾ സഭയും കർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തെ വീണ്ടും നമ്മൾ അത് ഓർക്കുക. കമ്മ്യൂണിയൻ ഓൾവേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിനെ ഓർക്കുവാനാണ്. അവൻ ചെയ്ത ആ ത്യാഗത്തെ, അതിനെ നമ്മൾ സ്മരിക്കുന്നതാണ് കമ്മ്യൂണിയൻ, ആ പ്രത്യാശയിൽ. ഹല്ലേലൂയ. സോ അതുപോലെ തന്നെ ഓരോ ദൈവമക്കളും നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാതിരുന്നാൽ, നമ്മുടെ ശോധനകൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകാതെ വരും. എന്നാൽ ഒരു ദൈവ പൈതലിനെ കുറിച്ച് സഭയും അതുപോലെ തന്നെ മണവാളനും, സഭ ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. മണവാളൻ ആരാണ്? യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവ് എന്ന വചനത്തിലൂടെ നമ്മൾ പുതിയ സൃഷ്ടിയായെങ്കിൽ ഇനി നമുക്ക് കാര്യം അവനുമായിട്ടാണ്. എന്തു പ്രശ്നമുണ്ടോ നിങ്ങൾ അവനോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്തു പ്രശ്നമുണ്ടോ നമ്മുടെ പ്രാണപ്രിയനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? സ്തോത്രം. നമ്മളെ ഒരാൾ എൻഗേജ്മെന്റ് ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് വരുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അവനോട് കൂടെ ജീവിക്കാനുള്ളവനാണെങ്കിൽ, അവളാണെങ്കിൽ, നിങ്ങൾ ആരോടാ? നിങ്ങളുടെ കൂട്ടുകാരോട് പിന്നെ ചോദിക്കൂ. അന്ന് വരെയുള്ള കൂട്ടുകാരോട് പോലും നമ്മൾ പറയത്തില്ല. പിന്നെ മുതൽ നമ്മൾ പറയുന്ന ആരോടായിരിക്കും? പ്രാണപ്രിയനോടായിരിക്കും. ഹല്ലേലൂയ. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് കീപ്പ് ചെയ്യാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ പ്രത്യാശയിൽ. ആമേൻ. സോ നമുക്ക് വായിക്കാം ഉത്തമഗീതം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഒരാൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 1 വേഴ്സ് 4. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ രാജാവ് ശുലേംകാരത്തിയെ തന്റെ അറകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിന്റെ ശേഷം ആ പ്രാണപ്രിയന്റെ, രാജാവ് എന്ന് പറയുമ്പം ശലോമോനാണ് അല്ലെ? രാജാവല്ലേ? ശലോമോൻ രാജാവല്ലേ? പക്ഷേ അവിടെ അദ്ദേഹം രാജാവാണെങ്കിലും നമുക്ക് സഭയ്ക്കാരാണ്? യേശു കർത്താവിനെയാണ് അവിടെ കാണിക്കുന്നത്. പ്രാണപ്രിയനാണ്. ഓക്കെ. അപ്പം പ്രാണപ്രിയന്റെ വിളി അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്തോത്രം. ഞാൻ എന്ന വ്യക്തി ചേറ്റിൽ കിടന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, 14 വർഷം 1997 മുതൽ 2010 വരെയുള്ള എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ പൈസയുടെ വില എന്താണ്, 1 രൂപ എന്തിനാ, 2 രൂപ എന്തിനാണെന്ന് മനസ്സിലാക്കിയ സമയം ആ വർഷങ്ങളിലാണ്. സ്തോത്രം. ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, വേദനകൾ, നിരാശകൾ, റോഡുകൾ, സ്ട്രീറ്റുകൾ, കണ്ണുനീരുകൾ, ഒറ്റപ്പെടലുകൾ, മുറിവേൽക്കപ്പെട്ട അവസ്ഥ, ആരുമില്ലാതെ. ഹല്ലേലൂയ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഈ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. സെമി പാരലൈസ് ആയിട്ടിരിക്കുന്ന ഞാൻ, എന്നെ നോക്കാൻ ആരുമില്ല. സ്തോത്രം. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന് പായിൽ ഫ്ലോറിൽ കിടക്കും എറണാകുളത്ത്. സ്തോത്രം. എന്നിട്ട് അത് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യാൻ എഴുന്നേക്കാൻ പറ്റത്തില്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ്. അത് കുറേ വിസിലടിച്ച് കഞ്ഞി മൊത്തവും പ്ലുസുമായി കഴിയുമ്പോൾ എങ്ങനെയോ ജനലിൽ പിടിച്ച് എഴുന്നേറ്റ് പോയി ഒപ്പിട്ടിട്ട് അതായിരുന്നു എൻ്റെ ജീവിതം. കാരണം വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്ത സമയത്ത് എൻ്റെ പൈസകളെല്ലാം എല്ലാവർക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കഷ്ടം വന്നപ്പോൾ എൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട്, എന്നെ വിധിച്ചുകൊണ്ട് ആളുകളൊന്നും എന്നോട് മിണ്ടത്തില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ ബന്ധുക്കൾ ആരുമേ എനിക്കില്ല. ഞാൻ ആ ഒറ്റപ്പെട്ടൊരു അനുഭവം ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവിടെയാണ് എൻ്റെ പ്രാണപ്രിയന്റെ വിളി എൻ്റെ മേൽ ഉണ്ടെന്നുള്ളതിൻ്റെ ബോധ്യം എനിക്ക് വരുന്നത്. ഒരുവന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ വിളി വരുമ്പോൾ, ആ സ്നേഹം നമ്മളെ മാടി വിളിക്കുമ്പോൾ, അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആരോരുമില്ലാത്തവൻ ആരോ കിട്ടിയതുപോലെ ഒരു ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:10 ചാപ്റ്റർ 2 വേഴ്സ് 10. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. സ്തോത്രം. അന്നുവരെ എല്ലാവരും വെടക്കാണ്, ചേറ്റാണ്, പാപിയാണ് എന്ന് പറഞ്ഞ് നമ്മളെ തള്ളുമ്പോൾ, പെട്ടെന്ന് ഒരു ദിവസമാണ് എന്നോട് പറയുന്നത് ആ പ്രേമം, നീ എൻ്റെ കൂടെ വരിക. ആമേൻ. നീ എൻ്റെ സുന്ദരിയാ, നീ വരിക എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മളോട് പറയോ നീ സുന്ദരിയാണെന്ന്? നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളെ ആരെങ്കിലും ഒന്ന് സുന്ദരിയാന്ന് പറഞ്ഞാൽ പിന്നെ അവര് പോലും നമ്മളോട് പിണങ്ങും. ഹല്ലേലൂയ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 2022 മരണകരമായ പാശത്തിലൂടെ ആ സർജറി കഴിഞ്ഞിട്ട് അതുപോലൊരവസ്ഥയിലൂടെ പോകുമ്പോൾ, എൻ്റെ പഴയ ആ അത് ഞങ്ങൾ വീട് റീസെയിൽ വാങ്ങിച്ചതാണ്. അവളും ഞാനുമായിട്ട് ഫ്രണ്ടാണ്. അവർ ആംഗ്ലോ ഇന്ത്യൻ തമിഴരാണ്. ആ പുള്ളിക്കാരി ഞാനിവിടെ അവരുടെ ചർച്ചിൽ നടക്കുന്ന ബാംഗ്ലൂരിൽ വലിയൊരു
കോൺഗ്രിഗേഷനിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ഏതോ ഒരു പാസ്റ്റർ വരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ പോയി അവിടെ നിന്നു. ഞാനും എൻ്റെ ക്രിസ്തുമോനും ബാക്കിലാണ് നിന്നത്, ഇവള് മുമ്പിൽ പോയി നിന്നു. പക്ഷെ അദ്ദേഹം ഒരു സമയം കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് എൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആമേ ബ്യൂട്ടി ഫ്രം ആഷസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ തൊട്ടു. സ്തോത്രം. ഞാൻ കത്തിപ്പോയി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് എന്നോട് ഈ ദൂതാണ് പറഞ്ഞത് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെയും അവൾ എന്നോട് സംസാരിക്കാറില്ല അധികം. എന്തെങ്കിലും ആവശ്യത്തിന് മെസ്സേജ് ചെയ്യുന്നല്ലോ ഒരു കാര്യം, ഇത് സ്പിരിച്വൽ പ്രോബ്ലമാണ്. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ പ്രാണപ്രിയൻ എന്നോട് പറയും, നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നീ ഏത് ഗുദാമിലിരുന്നാലും അവിടെ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുവാൻ ശക്തനായവൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. നീ ഒറ്റയ്ക്കായിരിക്കാം ഡേസി സിസ്റ്റർ, നീ ഒറ്റയ്ക്കായിരിക്കാം നടക്കുന്നത്, പക്ഷെ അവിടെ ഇറങ്ങി വരുവാൻ ശക്തനായവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ യാത്രയ്ക്ക് ഒരു തടസ്സമുണ്ടാകത്തില്ല അനിത സിസ്റ്റർ. ഹല്ലേലൂയ. ഉത്തമഗീതത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയാണ്, എൻ്റെ പ്രിയയായ ഡേസിയെ, എൻ്റെ പ്രിയായ അലിസെ, എൻ്റെ പ്രിയായ മിനിയെ, എൻ്റെ പ്രിയായ അനിതേ, എൻ്റെ പ്രിയനായ ജിബിയെ, എൻ്റെ പ്രിയായ ആനിയെ, എൻ്റെ പ്രിയായ അഞ്ജനെ, എൻ്റെ പ്രിയായ റീനായെ, എൻ്റെ പ്രിയായ എലിസബത്തെ, എൻ്റെ പ്രിയായ ലിനിലെ, എൻ്റെ പ്രിയായ ബിനുഷായെ, എൻ്റെ പ്രിയ അനുഷയെ, എൻ്റെ ലിസമ്മേ, മേരിയെ, ഓരോരുത്തരോടും പറയാണ് ഹല്ലേലൂയ, നീ എത്ര സുന്ദരിയാണെന്ന്. സ്തോത്രം. അപ്പോഴാണ് ആദ്യം നമ്മൾ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന സൗന്ദര്യമല്ല കർത്താവ് കണ്ടത്. നിന്റെ അകത്തുള്ള ഒരു സൗന്ദര്യമുണ്ടല്ലോ, ആ സൗന്ദര്യത്തെ കൂട്ടുന്നവർ. കാരണം നിന്റെ പിന്നിയ മുടിയോ നിന്റെ സൗന്ദര്യമോ ഇതിനൊന്നുമല്ല ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അത് നടക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നീ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ട, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പോകണ്ട. പുറമേയുള്ള ബ്യൂട്ടിയെ കുറിച്ച്, നിന്റെ അകമേയുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. അവന്റെ ആ പ്രാണപ്രിയനോട് ചേർന്നിരിക്കുമ്പോൾ അവനറിയാം, അവൻ എന്നോട് പറ്റിയിരിക്കൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തേറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് അവൻ എന്നോട് പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, നീ മറ്റൊരാളെ ഇന്നു മുതൽ ആശ്രയിക്കരുത്. സ്തോത്രം. 16-ാം വാക്യം വായിച്ച അനിത സിസ്റ്റർ. ഉത്തമഗീതം. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. യെസ്, ഹല്ലേലൂയ. ഇനി അവിടെ ഒരു യാത്ര തുടങ്ങുകയാണ്. ഇതുവരെ അവളോട് പറഞ്ഞു നീ സുന്ദരിയാണെന്ന് പറഞ്ഞു, പ്രേമമൊക്കെ തുടങ്ങി. ഒരു ചെറുക്കൻ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ആരെങ്കിലും ചെറുക്കന്മാരെ നോക്കുക, അതിൽ ഇന്നലെ റേച്ചൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ചെറുക്കന്മാരൊക്കെ വന്ന് ഐ ലവ് യു പറയുമ്പോഴും ഞാൻ അവിടെ റെസിസ്റ്റ് ചെയ്ത് നിന്നെന്ന് പറയും. പക്ഷെ വരാതിരുന്നിട്ടില്ല ആരുടെയും ജീവിതത്തിൽ, അല്ലേ? ഒരു ചെറുക്കനെങ്കിലും വന്നിട്ടുണ്ട്, നമ്മളോട് ഐ ലവ് യു എങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട. ഒരു കാര്യം പറയുകയാണ്. ഒന്നെങ്കിൽ പ്രേമിച്ചവരുണ്ടായിരിക്കാം, കെട്ടിപ്പിടിച്ചവരുണ്ടായിരിക്കാം, ഉമ്മ കൊടുത്തവരുണ്ടായിരിക്കാം, ലെറ്റർ കൊടുത്തവരുണ്ടായിരിക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ഡേസി സിസ്റ്റർ പറയുന്നത് പോലെ ഞാൻ പിന്നെ അതിനൊന്നും പോയിട്ടില്ല, എന്നാലും എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. കാരണം അതിനൊന്നും അവസരം കിട്ടാത്തവരും ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ ഹൃദയത്തെ അവൻ അങ്ങോട്ട് കവർന്നു കഴിയുമ്പം എന്നും നമ്മൾ കാണും. ഈവൻ ദോ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നുമില്ല, ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു സന്തോഷം. ഒരു ദിവസം അവൻ വരാതിരിക്കുമ്പം നമ്മൾ നോക്കുമോ ഇല്ലയോ? നിങ്ങൾ പറ, സത്യമായിട്ട് പറയണം. അന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇവൻ എന്തു പറ്റിയോ എന്തോ, എന്നാലും പറഞ്ഞതുമില്ല, എവിടെ പോയി തപ്പണം? കാരണം അഡ്രസ്സ് ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല, എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചില്ല, ഇവൻ ആരുടെ കൂട്ടുകാരനാണെന്നറിയത്തില്ല. കാരണം ഈ പുള്ളി ഒറ്റയ്ക്കായിരിക്കുന്നത് എപ്പോഴും. അപ്പൊ നമുക്കുള്ള വെപ്രാളം ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇത് തന്നെയാണ് ഇന്ന് സഭയ്ക്ക് പറ്റുന്നത്. ഇത് തന്നെയാണ് ശുലോമയത്തിന് പറ്റിയത്. അവൾ പ്രേമിച്ചു, അവളുടെ ഹൃദയം എക്സ്ചേഞ്ച് ചെയ്തു. അവര് മെർജായി, ഒന്നായി. അത് മെർജായി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വചനങ്ങൾ വരുന്നില്ലേ? വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിനോ ഭർത്താവിനോ മക്കൾക്കോ അവസ്ഥയ്ക്കോ സ്വത്തിനോ രോഗത്തിനോ ഒന്നും അവനെയും നമ്മളെയും കുറിച്ച് വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം മെർജായിരിക്കുന്നത് വചനത്തിലൂടെയാണ്. ക്രിസ്തു എന്ന വചനത്തിലൂടെയാണ് പിതാവ് നിന്നെ മെർജാക്കി അവന്റെ പുത്രിയാക്കി വെച്ചത്. ഹല്ലേലൂയ. റാബിക്കേ ഷേഖിറി കന്ദരമേ. ഇന്ന് നീ മണവാട്ടിയാണ്, പക്ഷെ പിതാവിന് നീ മണവാട്ടിയല്ല, നീ മകളാണ്. ഹല്ലേലൂയ. ഇതൊരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നാലേ നിന്നെ അകത്തോട്ടൊന്ന് കയറ്റാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നാൽ സ്നേഹത്തിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം പ്രിയൻ മറഞ്ഞു പോയതുപോലെ ശുലോംകാരത്തിക്ക് തോന്നുകയാണ്. അവൾ ഇരുട്ടിന്റെയും കാത്തിരിപ്പിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയി. നമ്മൾ കടന്നു പോകാറില്ലേ വിശ്വാസികള്? അപ്പൊ ദൈവം അനുവദിക്കുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ? എന്തിനു വേണ്ടിയിട്ടാണ്? അവനെ കൂടുതലൊന്ന് അന്വേഷിക്കാനായിട്ട്. യോബിന്റെ ജീവിതത്തിലൂടെ നമ്മൾ അതല്ലേ നോക്കുന്നത്? നഷ്ടപ്പെട്ടു പോയി എല്ലാം. അപ്പൊ അവൻ ആരെയാ കാത്തിരിക്കുന്നത്? പ്രാണപ്രിയനെ.
ആമേൻ. തന്റെ സർവശക്തനിലേക്കാണ്. എന്തൊക്കെ പറിച്ചാലും അവന്റെ ഉള്ളത്തിൽ നിന്നും അകത്തുനിന്ന് പ്രേമം പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയല്ലേ ദൈവം. പിശാചിന് ഇതുവല്ലോ അറിയാമോ? എടാ, നീ തൊടുന്നത് ദൈവത്തിന്റെ കൺമണിയാണെന്ന് നിനക്ക് മനസ്സിലായോ? നീ എത്ര കുത്തി നോവിച്ചാലും പാസ്റ്റർ റാണിയെ പോലുള്ള ഒരു 50 എണ്ണത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഹൂ ക്യാൻ കം എഗെയിൻസ്റ്റ് ഓഫ് ദി ഷീപ്പ്? ഹാലലുയ. വിശ്വസ്തരായ ഷീപ്പിനുകളെ ദൈവം അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഹാലലുയ. ജിബി ബ്രദർ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നത്, ഒരു രാത്രിയിൽ വന്ന് വിളിക്കുമ്പോൾ വാതിൽ തുറന്ന് ഭക്ഷണം കൊടുക്കാതിരിക്കുമോ നല്ല സ്നേഹിതൻ? ഹാലലുയ. എത്ര മാത്രം പറ്റില്ലെന്ന് പറഞ്ഞാലും നിന്റെ വിളി കൊണ്ടുണ്ടല്ലോ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനുണ്ട്. ഹദൂറിയ. അത് നിനക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര മാത്രം അങ്ങനെ എഴുന്നേൽക്കുന്ന ആമേ ശക്തിയുള്ള അവനെ അറിഞ്ഞ ദൈവമക്കൾ ഉണ്ടോ എന്ന കർത്താവ് ഈ ദിവസത്തിൽ നോക്കുന്നത്. അല്ലാതെ എന്റെ പ്രശ്നമൊന്നും പറഞ്ഞിരിക്കുന്നവരെ അല്ല കർത്താവ് നോക്കുന്നത്. ഹാലലുയ. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദി വാലി ഓഫ് ദി ഷാഡോ ഓഫ് ദി ഡെത്ത്, ഐ വിൽ നോട്ട് ഫിയർ എനി ഈവിൽ എന്ന് പറയുന്ന സിംഹത്തിന്റെ കൂട്ടിൽ ദാനിയേലിനെ കിടത്തിയാൽ ദാനിയേൽ ഒരു കാര്യം പറയും, ഹാലലുയ, യഹോവ ദൈവമേ, ഞാൻ നിന്നെ അറിയുന്നു, ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് യുവർ വിൽ കം. ഹാലലുയ. യോബ് പറഞ്ഞു, ആമേ സാരമില്ല, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. നിനക്കത് വായു കൊണ്ട് പറയാൻ പറ്റുമോ? അവിടെ നിന്റെ ടെറിട്ടറി എൻലാർജ് ആവാൻ തുടങ്ങും. ആമേൻ. അനന്തസിന്റെ ജീവിതത്തിന്റെ ടെറിട്ടറി എൻലാർജ് ആയത് തന്റെ മകൾ വായിലൂടെ പറയാൻ തുടങ്ങി. ഹാലലുയ. ആമേ. അല്പമേ ഉള്ളൂ, പക്ഷേ അത് ഭയങ്കര വിശ്വാസമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലലുയ. ഉത്തമഗീതം 3:1 വായിച്ചാട്ടെ, അടുത്തൊരാൾ വായിച്ചാട്ടെ, ഇനി വായിക്കാത്ത ഒരാൾ വായിച്ചാട്ടെ. ആമേ. സോങ് ഓഫ് സംസ് 3:1 വായിച്ചാട്ടെ, വേറൊരാൾ വായിച്ചാട്ടെ. സ്തോത്രം. വേഗത്തില്. രാത്രി സമയത്ത് വായിച്ചോ. എന്റെ പ്രാണനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഹാലലുയ. പക്ഷെ അവള് നിർത്തിയോ? നിർത്തിയില്ല. പക്ഷെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അന്നേരം? നമുക്ക് വരുന്നൊരു റിസൾട്ട് എന്തുവാ? അതിന് പറയുന്ന മലയാളം വേർഡ് പറഞ്ഞിട്ട് ആരെങ്കിലും വേറൊരാൾ പറഞ്ഞട്ടെ. അതിന് വരുന്ന റിസൾട്ട് നമുക്ക് എന്തായിരിക്കും? നമ്മൾ കാത്തിരുന്നു, അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പം അതിന്റെ റിസൾട്ടിന് നമ്മൾ എന്തോ പറയുന്നത്? നമുക്ക് വരുന്ന റിസൾട്ടിന് എന്തോ പറയുന്നത്? നിരാശ ഇനി എന്നെ തൊടുകയില്ല. നമ്മളെന്തോ പറയുന്നത്? നിരാശ. അങ്ങനെ നിരാശയിലുള്ളവരല്ലേ ഈ പെട്ടകത്തിൽ വന്ന് കയറാറുള്ളത്? നിരാശയുടെ പാത്രവും പിടിച്ചുകൊണ്ട് ഇതിന്റെ അകത്ത് വന്ന് കയറുമ്പോഴല്ലേ അവർ പ്രത്യാശയായി മാറുന്നത്. ഉത്തമഗീതം 3:2 പറയുന്നു, ഞാൻ എഴുന്നേറ്റ് അവൾ നഗരത്തിലെല്ലാം ചുറ്റി നടക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീതികളിലും വിശാല സ്ഥലങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഈ നഗരം, വീതി, വിശാല സ്ഥലം, ആമേ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ചില സൂമുകളിൽ കയറി, ചില പ്രവാചകന്മാരുടെ മെസ്സേജ് നോക്കി, ചില ബാത്റൂമിൽ കയറിയിരുന്ന് കരഞ്ഞു, ചില കൂട്ടുകാരോട് പറഞ്ഞു, ചില പ്രാർത്ഥനാക്കാരോട് പറഞ്ഞു. ഇവിടെ ഒന്നും പ്രാണപ്രിയനെ കിട്ടത്തില്ല. പ്രാണപ്രിയൻ ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ ഹൃദയത്തിലാ. അതിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുക അവിടെയും ഇവിടെയും. ഹല്ലേലൂയ. എന്നിട്ട് 3:4 വായിച്ചേ. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു, എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരും വരെ അവനെ വിട്ടില്ല. ഹല്ലേലൂയ. എന്തുവാണ് പറയുന്നത്? അവസാനത്തിൽ അവള് നിരാശയിലൂടെ പോകുമ്പോഴ് പ്രാണപ്രിയനെ അവള് കണ്ടെത്തി. അവള് നിരാശയിൽ അവള് നിന്നുപോയില്ല. അവള് സെർച്ചിങ് ചെയ്തുകൊണ്ടേയിരുന്നു, അവളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവൻ എവിടെ പോയി എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തുമെന്നാണ്. ഹാലലുയ. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ്. ഹാലലുയ. യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ, അവന്റെ ശക്തിയെ നിങ്ങൾ യാചിക്കും തോറും, നിങ്ങൾ മുട്ടും തോറും, നിങ്ങൾ കേൾക്കും തോറും, നിങ്ങൾ ആഗ്രഹിക്കും തോറും മേൽക്കുമേൽ ജീവന്റെ നദിയെ തന്ന് അത് ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിലൂടെ എന്ത് നദിയാ പുറപ്പെടുന്നത്? ജീവന്റെ നദി പുറപ്പെടുമെന്നാണ്. ഹാലലുയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മളൊന്ന് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുന്നുകൾ ഇളകുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നമ്മളെ തറയ്ക്കാൻ നോക്കും പിശാച്. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ പോലും അതിനെ നീ ജയിക്കുന്നു എന്നാണ് നോക്കുന്നത്. ജയിച്ചു വന്നവരെന്നാണ് നമ്മുടെ പേര്. ഹല്ലേലൂയ. അപ്പൊ അവിടെ അവള് 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവള് സ്നേഹം പക്വതയിലേക്ക് എത്തുവാൻ സഹായിച്ചത് ഈ വിഷയമാണ്. അവളുടെ സെർച്ചിങ് ആണ്. സ്തോത്രം. എത്രമാത്രം നിന്റെ നിരാശയിലൂടെ നീ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അവനെ പ്രേമിച്ചുകൊണ്ടേയിരിക്കും, അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, അവനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും, അത്രമാത്രം മെച്യൂരിറ്റിയിലേക്ക് നീ വരും.
ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു കാര്യം മാത്രം പെന്തക്കോസ്ത് സഭയിൽ ഇഷ്ടമല്ല. സെർച്ചിങ്ങും ഈ കാത്തിരിപ്പും ഈ പ്രേമം വർദ്ധിക്കലും ഒക്കെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റ് മാഗി ഉണ്ടാക്കാൻ നോക്കും നമ്മൾ. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് വിടുതൽ വേണം, നമുക്ക് പെട്ടെന്ന് ആൻസർ വേണം. പക്ഷെ നമ്മളെ കാണുന്നത് ദൈവം ഈ മൺകൂടാരത്തിനെ അല്ല ദൈവം കാണുന്നത്, അകത്തിരിക്കുന്ന റാണിയാണ് ദൈവം കാണുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. നമ്മൾ കാണുന്നത് ഈ പുറമേയുള്ള റാണിയാണ്. ഈ കൂടാരത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ കാത്തിരിക്കുന്നതും നമ്മൾ ചിലപ്പോൾ നാണക്കേടിലൂടെയൊക്കെ പോകുന്നതും നമ്മൾ വിഷമിക്കുന്നതും. പക്ഷെ കർത്താവ് കാണുന്നത് നീ എന്ന വ്യക്തിയെയാണ്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും കഥ പറയുമ്പോൾ, മറ്റുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയുന്നത്, വാട്ട് അബൌട്ട് യു? യുവർ റിലേഷൻഷിപ്പ് എവിടെ വരെ എത്തി? നീ കുരുവിയെ പോലെ കാക്കയെ പോലെ ശബ്ദം വെക്കുന്നുവെങ്കിൽ നീ ഇതുവരെയും കഴുകനായില്ല. കാരണം നിന്നെ ജനിപ്പിച്ചത് കഴുകനെ പോലെ ചിറകടിക്കാനാണ്. അപ്പൊ നീ കാക്കയെ പോലെയും കുരുവിയെ പോലെ ഇരുന്നാല്, ഹല്ലേലൂയ, അപ്പൻ പറയും നീ എന്നെ അറിയേണ്ടതുപോലെ ഇതുവരെ അറിഞ്ഞില്ല. അറിഞ്ഞവൻ എന്ത് ചെയ്യും? പ്രത്യാശയോടെ ഇരുന്നിട്ട് അവൻ പിന്നെ പ്രത്യാശയുടെ വാക്കുകളെ കുറിച്ച് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ടെസ്റ്റാണ്. അവൾ ആ പ്രാണപ്രിയനെ വിട്ടുകളഞ്ഞില്ല. യോബ് തന്റെ സർവശക്തനെ വിട്ടുകളഞ്ഞില്ല. പ്രശ്നത്തിലൂടെ പോകുമ്പോഴും നമ്മളാണെങ്കിലോ നാണക്കേട് കൊണ്ട് കർത്താവിനെ അങ്ങ് തള്ളിപ്പറയും. ഇനി നമ്മൾ 8-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യം വായിച്ചാട്ടെ. ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വച്ചു കൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതും ആവുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ആമേൻ. സ്തോത്രം. എന്താണ് അത് പറയുന്നത്? ആമേ, നമ്മളുടെ സ്നേഹം, ഹല്ലേലൂയ, ഒരു പ്രേമം മരണം പോലെ ബലമുള്ളതാണ്. സ്തോത്രം. ബലമുള്ളതെന്ന് മരണം പോലെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ അച്ചായന്, ഭാര്യ, നമ്മുടെ മക്കള്, അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവൻ വേർപെട്ട് പോയി കഴിഞ്ഞാല് അവര് നമ്മളുമായിട്ട് പിന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ശരീരവുമായിട്ട്? സ്തോത്രം. ഇതുപോലെ ആ ജീവൻ വിട്ടുപോകുന്നത് പോലെ ഈ പ്രേമം ഇവനുമായിട്ട് കണക്ട് ആയി കഴിയുമ്പോൾ പിന്നെ ഈ ലോകത്തിന് നമ്മളെ സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്ക് നമ്മളെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം വീര്യമുള്ള പ്രേമമാണ്. അവന്റെ അടുക്കിലേക്ക് ചെല്ലും തോറും വീഞ്ഞിന്റെ നാറ്റം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ അതിന്റെ വീര്യം ഭയങ്കരമായിരിക്കും. അടുത്തോട്ട് ചെല്ലും തോറും മോശ ഇരുളിലേക്ക് ചെന്നു, ജനമോ ഇരുളിൽ നിന്ന് ഓടിപ്പോയെന്നാണ്. ഓരോ പുരോഹിതന്റെ അടിവസ്ത്രം ചണവസ്ത്രം കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യർക്ക് അവനെ മനസ്സിലാകത്തില്ല, പക്ഷെ താൻ മരിക്കാതിരിക്കാനായി അവന് ശോധന ദൈവം കൊടുക്കും. ഹല്ലേലൂയ. കൗലിടയന്മാരത്രേ കഷ്ടത്തിലൂടെ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ എവിടെയാ പറയുന്നത്? ഹെബ്രായ ലേഖനം 12 പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളെങ്കിലോ നമ്മളെ ശിക്ഷണത്തിലൂടെ ദൈവം നടത്തും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തികഞ്ഞവനായി വരുമെന്നാണ്. അപ്പൊ നമ്മളെ യൂദായുടെ ലേഖനത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് നമ്മളെ വിളിച്ചുവെങ്കിൽ അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മെ സൂക്ഷിക്കും. ഇത് നമ്മുടെ പ്ലഡ്ജ് ആയിരിക്കണം. എന്റെ കർത്താവ് എന്നെ വിളിച്ചുവെങ്കിൽ, അവൻ എന്നെ സ്നേഹിച്ചുവെങ്കിൽ അവൻ എന്നെ സൂക്ഷിക്കുമെന്ന് കോൺഫിഡന്റ് ആയിട്ട് എത്ര വിശ്വാസിക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. എത്ര വിശ്വാസിക്ക് പറയാം? കാരണം ഞാൻ പറഞ്ഞ ഇന്നലത്തെ സിറ്റുവേഷനിൽ ഇവിടെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ പണ്ടാണെങ്കിൽ എനിക്കൊരു ഗിൽറ്റി കോൺഷ്യസ് വന്നിട്ട് അതിലെ ഇതിലേക്കിടയൊക്കെ ഞാൻ ചമ്മി നടക്കും. പക്ഷെ ഞാനൊരു ജയാളിയെ പോലെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന്, ഹല്ലേലൂയ, എൻ്റെ മുഖത്തേക്ക് ഹസ്ബൻഡ് നോക്കി, ചായ വേണോ? വേണ്ട. ഹല്ലേലൂയ. അപ്പം അവർ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തു, എനിക്ക് ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാനൊരു ചായ കുടിക്കാൻ പോകുന്നു. അപ്പം ഇളയ മോനോട് പറയണം, കൊണ്ടുകൊടുക്കടാ. അപ്പൊ ഞാൻ പിന്നെ അതിനകത്ത് സ്വീറ്റ് ഉണ്ട്, എനിക്ക് വേണ്ട. പിന്നെ വടപ്പാവ് തിന്ന്. ഞാൻ പറഞ്ഞു എനിക്കും അതും വേണ്ട. എന്നാലും കർത്താവ് പറഞ്ഞു തിന്നടി. ഞാൻ പറഞ്ഞു ഓക്കെ കർത്താവെ, തിന്നേക്കാം. സ്വത്രം. ഞാൻ പറഞ്ഞു തരൂ, തിന്നാന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര അറ്റ്മോസ്ഫിയർ അങ്ങ് നോർമലായി. ഹല്ലേലൂയ. ഇവിടെ ശാന്തമായി. സ്തോത്രം. നീ ഒരു കാര്യത്തിന് വേണ്ടി ടഫായിരിക്കും, ഇറങ്ങി തിരിച്ചാൽ ആ പ്രേമം ഉണ്ടല്ലോ നിന്നെ ടെസ്റ്റ് ചെയ്യും, നീ അതിൽ നിൽക്കുമോ ഇല്ലയോ എന്ന്. ഹല്ലേലൂയ. ആമേ. എന്റെ ചെറിയ മോൻ എന്നോട് ഭയങ്കര ദേഷ്യമായി കാണും. കാരണം അവന്റെ 14-ാമത്തെ ബർത്ത്ഡേയാ നാളെ, മൺഡേയിൽ. അപ്പൊ ഇന്ന് വൈകുന്നേരമായിരിക്കും അവന്റെ സെലിബ്രേഷൻ, രാത്രി 12 മണിക്ക്. മമ്മി, ഞാൻ സെലക്ട് ചെയ്ത ആ റിസോർട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ നീ അനുവദിച്ചില്ലല്ലോ. പാക്ക് ചെയ്ത് വെച്ചിരിക്കുക പിള്ളേർ ഹാളില്. എനിക്ക് രാവിലെ കണ്ടപ്പോൾ വിഷമം തോന്നി. പൗഡർ ഡബ്ബ വരെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അവരെല്ലാം വെച്ചു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ എൻ്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. അവർ മനസ്സിലാക്കും മമ്മി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ചിലതൊക്കെ നമുക്ക് നോവുന്നത് തോന്നും, ചിലതൊക്കെ നമ്മളെ അവര് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷെ കർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ, എനിക്കിന്ന് ഇവിടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ ഉപവാസ സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല.
അതാണ് വേറെ കാര്യം. സ്തോത്രം. അപ്പം നമ്മളെ വിളിക്കും, നമ്മളെ ഒന്ന് സ്നേഹിക്കും. അതെന്തുമായിരിക്കും എക്സാമ്പിൾ എന്ന് പറയുന്നത്? അവൻ നമ്മളെ വിളിച്ചു, അവന്റെ പ്രേമ സ്നേഹ കൂടി നമ്മളിലേക്ക് വന്നു. അതിന്റെ 5-ാം വാക്യം അതാണ്, മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ, 8:5, മരുഭൂമിയിൽ നിന്ന് ഒരാൾ വായിച്ചത് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവൾ ആര്? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിക്കപ്പെടലിനെ കുറിച്ചാണ് അത്. ആ പ്രേമം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു കൊടി അങ്ങ് നാട്ടും. അപ്പൊ നമ്മള് റോഡിലൂടെ പോകുന്ന നായ്കള്, പശുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ബെൽറ്റ് ഉണ്ടെങ്കിൽ എന്തോ അതിന്റെ അർത്ഥം ഇത് ഏതോ ഒരു ഉടയവന്റെ ആണെന്നല്ല. ഇവന്തോ റോഡിലൂടെ പോന്നെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരെങ്കിലും നമ്മൾ ലോകപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ ശക്തിയോ കോട്ടയിടിപ്പാൻ ശക്തിയുള്ളവ തന്നെ. അതിനാൽ സങ്കല്പങ്ങളും വിചാരങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും യേശുക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്, അല്ലാതെ ബലഹീനരെയല്ല. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അവന്റെ പ്രേമം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലൂടെ പല ടെസ്റ്റ് മണികൾ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമാകും. ചിലർ നമ്മളോട് ടെസ്റ്റ് മണി പറയും. അവരോടുകൂടി നമ്മൾ പിന്നെ ഒരു സൂം മീറ്റിംഗ് അങ്ങ് തുടങ്ങും. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് കയറും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലല്ല സംഭവിച്ചല്ലോ. ദാറ്റ് ഈസ് കോൾഡ് കാത്തലിക് സ്റ്റൈൽ. അവിടെ വരെ ഉള്ളൂ അവരുടെ ശുശ്രൂഷ. പക്ഷേ യഥാർത്ഥമായ ഒരു ചോസൻ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ ദൈവം പരീക്ഷിക്കാൻ തുടങ്ങും. അടുത്ത ലെവല്, 3-ാമത്തെ ലെവല്, കഷ്ടത, സഹിഷ്ണുത, സിദ്ധതയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പരീക്ഷണം വരുന്നത്. അവിടെയാണ് ചോസനും ചോസൻ അല്ലാത്തവരെയും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലയ, ചോസൻ ആയിട്ടുള്ളവര് അവിടെ വരെ അല്ല, അതിന്റെ അപ്പുറത്തെ ലെവലിലേക്ക് അവരെ കൊണ്ടുപോകും. അപ്പോഴ് കർത്താവല്ല കൊണ്ടുപോകുന്നത്, നമ്മളുടെ പ്രേമത്തിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോകുന്നത്. പരീക്ഷണം വരുമ്പോൾ ഓർത്തോണം അവനെ അന്വേഷിക്കേണ്ട സമയമായിരുന്നു. അവനെ അന്വേഷിക്കുന്നോ ഇല്ലയോ എന്ന് യോബിന്റെ ജീവിതത്തിലൂടെ നമ്മളെ ടെസ്റ്റ് ചെയ്യും. പരീക്ഷണത്തിലൂടെ നിന്റെ 17 വർഷമായി ഈ ബാൽക്കണിയിലും ഈ ഒറ്റയ്ക്കും കാരാഗ്രഹത്തിലും പല സമയം പറയും, കർത്താവേ, ഇവിടെ വൈകുന്നേരങ്ങളിൽ എത്രയോ ഭവനങ്ങളിൽ ആരാധനകൾ നടക്കുന്നു കുടുംബമായി, ഇവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല, എന്നിട്ട് ഞാൻ അവനെ ആരാധിക്കുന്നില്ലേ? ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിലാണ് അവനെ ആരാധിക്കുന്നത്. എനിക്കിവിടെ ശബ്ദം വെച്ച് ആരാധിക്കാനുള്ള പെർമിഷൻ ഇന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ പ്രാണപ്രിയനെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയത്തിലൂടെയാണ്. ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. അമ്മ എൻ്റെ തൊടയിൽ ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് ഞാൻ ആ സ്റ്റാർസിനെയൊക്കെ നോക്കിയത്, ആരാധിപ്പാൻ യോഗ്യൻ, ഇതാണ് എൻ്റെ ആരാധന. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? നിങ്ങൾക്കൊക്കെ ഫ്രീഡം ഉണ്ട് കൈയടിക്കാനും തുള്ളാനും ഒക്കെ. ഇവിടെ അതൊന്നുമില്ല. ഈ 17 വർഷമായിട്ടും വിധവയുടെ കോയിൻ പോലെ കർത്താവ് എന്നെ കരുതും. നിന്റെ പ്രേമം നീ പിടിച്ചു നിൽക്കുമോ? നിന്റെ പരീക്ഷണത്തിൽ നീ എന്നെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശൂലേംകാരത്തി കണ്ടെത്തുന്നത്. ആരെയാണ്? പ്രാണപ്രിയനെ. പിന്നെ അവൾ വിടുമോ കണ്ടെത്തി കഴിഞ്ഞാല്? സ്തോത്രം. അവിടെയാണ് അവളുടെ പക്വത വരുന്നത്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, അത് നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം ലജ്ജിപ്പിക്കാത്ത ഒരു വിശ്വാസിയായി ഏത് ഡിസാസ്റ്ററിലും എന്നെ പോലെ നിങ്ങളും പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ പരീക്ഷണത്തിൽ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലാണ് കൂടുതൽ അവനെ അന്വേഷിക്കേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കും. ഇപ്പോൾ ഒരു സൂമിറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളോടൊരു ദേവദാസി വിളിച്ചു പറയും, റാണി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നു, രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനും. എൻ്റെ റാണി, നിന്റെ ജീവിതമല്ലേ അതെന്ന് പറയുമ്പോൾ ഇത് പറയാനല്ലേ നമുക്കറിയത്തുള്ളൂ. ചിരി വന്നില്ലെങ്കിലും ചിരിച്ചോളൂ മിസ്റ്റർ അലി സഞ്ജന, ചിരിക്കൂ. സ്തോത്രം. ഇത്ര സീരിയസ് ആവണ്ട നിങ്ങൾ. നമ്മൾ അതല്ലേ അന്വേഷിക്കുന്നത്. പക്ഷെ യഥാർത്ഥമായ പ്രേമം ജീവിതത്തിൽ ചെയ്യാനാ കർത്താവ് പറഞ്ഞത്. ശൂലേംകാരത്തി അമ്മ രാത്രി സമയത്ത് അവൾക്ക് ശൂന്യതയാണ്, അവനെ കിട്ടുന്നില്ല, അവനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ആ കിടക്കയിൽ പോലും എന്ന് പറഞ്ഞാൽ എന്തുവാ, റെസ്റ്റിംഗ് ചെയ്യുന്ന സമയം, കൂരിൽപ്പൂടെ പോകുമ്പോഴും അവൾ പ്രാണപ്രിയനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താൻ. എത്ര വേദനയാണ് അവിടെ. ഇങ്ങനെയും സ്നേഹിക്കുന്ന ചെറുക്കന്മാരുണ്ടോ? ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? അല്ലേ, വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നാൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോണ്ടേ? അതുമില്ല. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലേ,
അവൻ നമ്മ ആത്മാവിനാൽ നമ്മുടെ കൂടെ ഇരിക്കുന്നില്ലേ? സ്തോത്രം. ഇത്രമാം ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ ഇപ്പോഴും മിണ്ടാതെ. ഇതാണ് ശുലേംകാരത്തിയുടെ യാത്ര. ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേര് പറഞ്ഞേ, ഇതാണ് റാണിയുടെ യാത്ര. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞേ, ഇതാണ് അനിതയുടെ യാത്ര, ഇതാണ് ജിബിയുടെ യാത്ര, ഇതാണ് റീനയുടെ യാത്ര, ഇതാണ് അഞ്ജനയുടെ യാത്ര, ഇതാണ് റേച്ചലിന്റെ യാത്ര, ഇതാണ് ലെനിന്റെ യാത്ര, ഇതാണ് ഷീനയുടെ യാത്ര, ഇതാണ് സാജുവിന്റെ യാത്ര, ഇതാണ് റേമയുടെ യാത്ര, ഇതാണ് മിനിയുടെ, പ്രേമയുടെ, റേച്ചലിന്റെ, മിനുഷയുടെ, ലിസാമയുടെ, എലിസബത്തിന്റെ, ഡെയ്സിയുടെ, മേരിയുടെ, റെജിയുടെ, ഹാലലി, ഓരോരുത്തരുടെയും, സിജുവിന്റെ, സയോമിയുടെ, സീനയുടെ, വീണയുടെ, ഓരോരുത്തരുടെയും, അഞ്ജനയുടെ, പാസ്റ്റർ ആലീസിന്റെ, അനിതയുടെ, ഡെയ്സിയുടെ, ഓരോരുത്തരുടെയും യാത്ര, അന്നയുടെ, അനുശ്രീയുടെ, എലിസബത്തിന്റെ, ഡെയ്സിയുടെ യാത്ര ഇതാണ്. ഇതിനപ്പുറമായൊരു യാത്രയില്ല. ഹല്ലേലൂയ. ഈ യാത്രയില് ആദ്യം അവൻ നമ്മെ വിളിക്കും. എല്ലാവരും കണ്ണടച്ചാട്ടെ. നിങ്ങളെ വിളിച്ചോ ഇല്ലയോ കർത്താവ്? എത്ര ആലീസ് ഈ ലോകത്തിലുണ്ടായിരുന്നു, എത്ര റാണി. ഞാൻ ചിലപ്പം എൻ്റെ വിഷമം വരുമ്പം ഞാൻ അവനെ സന്തോഷിപ്പിക്കാനായി ഞാൻ പറയുന്ന വാക്കാണ്, കർത്താവേ, എത്ര റാണി ഉണ്ടായിട്ട് ഈ റാണിയെ നീ വിശ്വസിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയും. എത്ര നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എത്ര ഇന്ന ആളുണ്ടായിട്ട് നീ എന്നെ സ്നേഹിച്ച ആ പ്രേമം എന്നിൽ തന്നുവെങ്കിൽ, ഹാലലുയ, നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. എന്നിട്ട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ഹാലലുയ. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. എന്നാൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നാണ്, മുട്ടുന്നവർ തുറക്കപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. കണ്ടെത്തുന്നവർ അവനെ മുറുകെ പിടിക്കും. അവസാനം അവരുടെ സ്നേഹം അഗ്നി പോലെ അണയാത്തതായി തീരും. 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അതാണ്. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. കുറെ അങ്ങോട്ട് ചെന്നപ്പോഴെന്ന് പറയുമ്പോൾ നമ്മളിൽ ചിലരൊക്കെ കുറെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. എങ്ങോട്ടാണ് ഡയറക്ഷൻ? പ്രാണപ്രിയന്റെ അടുത്തേക്കാണെങ്കിൽ അവിടെ നീ എത്തും. നിശ്ചയമേ. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, ഞാൻ അവനെ പിടിച്ചു എന്നാണ്. പിന്നെ ഒരിക്കലും അവനെ വിടരുത്. എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല എന്ന്. ഹല്ലേലൂയ. ഇത് നിന്റെ ഉപനിധിയാണ്. അവൻ നിന്റെ സർവശക്തനാണ്. അവൻ നിന്റെ പ്രാണപ്രിയനാണ്. അവനെ വിട്ടിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാകരുത്. ഈവൻതോ നീ കുടുംബത്തിലാണെങ്കിലും, നീ ഹസ്ബൻഡിന്റെ കൂടെ ആണെങ്കിലും, ഭാര്യയുടെ കൂടെ ആണെങ്കിലും, മക്കളുടെ കൂടെ ആണെങ്കിലും, സഭയുടെ കൂടെ ആണെങ്കിലും, ദിസ് ഇസ് ഇൻഡിവിജ്വൽ ലവ്. ആ പ്രേമം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആണ്. കൃപ നൽകുന്നത് ഇൻഡിവിജ്വൽ ആണ്. രക്ഷ ഇൻഡിവിജ്വൽ ആണ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇൻഡിവിജ്വൽ ആണ്. മരണം ഇൻഡിവിജ്വൽ ആണ്. പ്രേമം ഇൻഡിവിജ്വൽ ആണ്. വിവാഹം ഇൻഡിവിജ്വൽ ആണ്. പ്രസവം ഇൻഡിവിജ്വൽ ആണെങ്കിൽ പ്രസവദ്വാരത്തിങ്കൽ കൊണ്ടുവന്നിട്ട് പ്രസവിപ്പിക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ നിലവുകളെ അറിയുന്നവൻ നമ്മളെ ഒന്ന് ശോധന ചെയ്യും. ഒരു ഭക്തനെ ശോധനയിലൂടെ കടത്തിവിടാതെ ഒരു മിനിസ്ട്രി അവനെ കൊടുക്കത്തില്ല. കാരണം നീ കേപ്പബിൾ ആണോ? കാരണം മണ്ണിൽ ആ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരം വരുമ്പോൾ, സാധനങ്ങൾ വെക്കുമ്പോൾ, ആളുകൾ ചവിട്ടി കയറുമ്പോൾ ആ ഭവനം ഇടിഞ്ഞു വീഴും. എന്നാൽ നിന്റെ ഭവനം നീ പാറമേലാണ് പണിയുന്നതെങ്കിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും അത് വീണു പോകില്ല. അതുകൊണ്ടാണ് ഈ ശോധന. മനസ്സിലായവർ ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിന്നെ സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ശോധനകൾ വരുമ്പോൾ നിൽക്കുവാനല്ല, ഓട്ടക്കളത്തിൽ ഒന്നുകൂടെ ഓടുവാൻ ഞങ്ങൾക്ക് കൃപമേൽ കൃപ തരുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉപവാസത്തിന്റെ 14-ാമത്തെ ദിവസത്തിൽ ഞങ്ങൾ പുറകോട്ടല്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ ഓടുന്നു. അനേക വിശുദ്ധന്മാർ 5 വൻകരകളിലും എഴുന്നേറ്റിട്ടുണ്ടല്ലോ കർത്താവേ. അവർക്ക് വീര്യത്താൽ എഴുന്നേൽക്കുവാൻ, വീഞ്ഞിനേക്കാൾ ശ്ലാഘ്യമുള്ള ആ സ്നേഹത്തിലേക്ക്, ആ പ്രേമത്തിലേക്ക് കടന്നു വരുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ബലഹീനർ ശക്തി പ്രാപിക്കട്ടെ, കുനിഞ്ഞിരിക്കുന്നവർ നിവരട്ടെ, വിശുദ്ധന്മാർ വിശുദ്ധിയിലേക്ക് നടക്കട്ടെ. ഹല്ലേലൂയ. ആ പ്രാണപ്രിയനെ കിടക്കമേൽ അന്വേഷിക്കുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. കഷ്ടത സഹിച്ച് സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അത് ഞങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല എന്നുള്ള വിശ്വാസം എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഇപ്പോൾ ഇടിച്ചു കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അവിടെ നിന്നുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയൻ വാനിൽ വരാറാ